ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കുറച്ച് അൺബോക്സിംഗ് ആണ് കേട്ടോ ചെയ്യാനുള്ളത്. ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഓപ്പൺ ചെയ്യാം. ഒരു പെയിൻറ്റിങ് സെറ്റാണ് കേട്ടോ. 47 കളേഴ്സ് ഉണ്ട്. നല്ല ലൈറ്റ് ഷെയ്ഡാണുള്ളത്. ഒരു കുഞ്ഞി ബ്രഷ് കിട്ടിക്കണേ. ആർട്ട് ഇഷ്ടമുള്ളവർ കമൻറ്റ് ബോക്സിൽ എഴുതണേ. ഇത് എനിക്കിഷ്ടമുള്ള സാധനമാണ്. 47 കളേഴ്സ് ഉണ്ട്. പിന്നെ ഒരു തൂക്കണ സാധനമുണ്ട്, ഇങ്ങനെ സാധനം. പക്ഷെ എനിക്ക് പേടിയായിട്ട് ഇത് പൊട്ടുമെന്ന്, അപ്പോൾ ഞാനത് തൂക്കാറില്ല. സെക്കൻഡ് ആയിട്ട് ഓയിൽ പേസ്റ്റലാണ് കേട്ടോ ഗൈസ്. ഓയിൽ പേസ്റ്റലാണ്. ഓയിൽ പേസ്റ്റിൽ നല്ല ഇഷ്ടമാണ്. കാരണം ഓയിൽ പേസ്റ്റിൽ ബ്ലെൻഡാവും, നല്ലോണം ബ്ലെൻഡാവുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കളറിൻ്റെ മുകളിൽ ബ്ലെൻഡ് ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ ബ്ലെൻഡ് ആയാലും ബ്ലെൻഡാവും. ഇതാ കണ്ടോ, ഇത്രയും കളേഴ്സ് ഉണ്ട്. അപ്പം ഞാനൊരു റാൻഡം കളർ എടുക്കുന്നുണ്ട്. റോസ് മാരൻഡർ ആണ് കേട്ടോ കളർ. അപ്പോൾ ഞാനിത് ഇപ്പോഴേ കളർ ചെയ്യാൻ പോകണം. സോ ഇങ്ങനെ കളർ ചെയ്തിട്ടുണ്ട്. ഞാൻ ബ്ലെൻഡ് ആക്കി കാണിച്ചത്. ഇത് പേപ്പറിലാണെങ്കിൽ ഡാർക്കായി കളറായി വരും. ഇതിപ്പോൾ നല്ലോണം ബ്ലെൻഡ് ആക്കിക്കണേ. ഇതൊരു വേറെ ടൈപ്പ്, ഒരു എന്നുവെച്ചാൽ കളറൊന്നും ആവാത്ത ടൈപ്പ് ഒരു പേപ്പറാണ് കേട്ടോ ഇത്. അപ്പം നമുക്കിനി നെക്സ്റ്റ് ഓപ്പൺ ആക്കാം. സോ ഇത് പറഞ്ഞാൽ കുറേ കളേഴ്സ് ഉണ്ട്. എന്താ പറയുക, അപ്പോൾ ആർട്ട് ഇഷ്ടമല്ല ഒരു മസ്റ്റ് വാങ്ങണ്ടേ. നിങ്ങൾക്ക് ആർട്ടാണോ കാലിഗ്രാഫിയാണോ ഏറ്റവും ഇഷ്ടം എന്ന് പറയണേ. ഏറ്റവും നല്ലതും ഏതാണെന്ന് പറയണേ. ചിലവർക്ക് കാലിഗ്രാഫി ആക്കിയത് ഇഷ്ടം, പക്ഷെ ആർട്ടിലാക്കിയത് നല്ലത്. ചിലവർക്ക് ആർട്ടാക്കിയത് ഇഷ്ടം, പക്ഷെ കാലിഗ്രാഫിയിലാക്കിയത് നല്ലത്. അപ്പോൾ ഇത് 36 കളേഴ്സാണല്ലേ. ഇത്രയും കളർ ഉണ്ടാവും. അപ്പോൾ എനിക്കൊരു ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ ടോക്സിക് ഒന്നും ഇടാത്ത സാധനമാണ്. ന്യൂ ആയിട്ട് വന്നത്, പുതിയതായിട്ട് വന്നത് സാധനം. അപ്പോൾ തന്നെ ഞാൻ വാങ്ങി. അപ്പോൾ ഇനി നെക്സ്റ്റ് ആയിട്ടില്ല ഒരു ആർട്ട് സെറ്റാണ്. ഈ ആർട്ടൊക്കെ ഇഷ്ടമല്ല ഒരു ആർട്ട് സെറ്റ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ ആർട്ട് സെറ്റ് ഇല്ലവരൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതണേ. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇത്രയും സാധനങ്ങളുണ്ടാവുമോ? ഞാൻ പറയട്ടെ, അതും അങ്ങോട്ട് പോയി. അപ്പോൾ ഇതൊക്കെ നോർമൽ ക്രയോൺസും ഇത് ഓയിൽ പേസ്റ്റിൽ ഞാൻ കാണിച്ച അതേമാതിരത്തെ ഓയിൽ പേസ്റ്റിലാണ്. അപ്പോൾ ഇനി കാണിക്കേണ്ടതെന്ന് പറയുന്നു. ഇത് കളർ പെൻസിൽസും ഉണ്ട്, കുറേ കളർ പെൻസിലുണ്ട്. ബ്ലാക്ക് കാണുന്നുണ്ടാവില്ല. ബ്ലാക്ക് അപ്പുറത്ത് പോയതാ. അപ്പം ബ്ലാക്കും ഉണ്ട്, വൈറ്റ് ഉണ്ട്, കുറേ കളേഴ്സ് ഉണ്ട്. പിന്നെ പെയിൻറ്റ് പാലറ്റ് ഉണ്ട്, സിസറുണ്ട്, ഷാർപ്നറുണ്ട്, ഒരു കുഞ്ഞ് സ്ലാപ്പറും ഉണ്ട്. പിന്നെ ഇവിടെ ഫുൾ സ്കെച്ചാണ്, സ്കെച്ചിൻ്റെ ലോകം. അവിടെ ആ സെക്ഷനെ മാറി. അപ്പോൾ ഒരു കുഞ്ഞി ഗ്ലൂ കിട്ടിക്കണേ. കുഞ്ഞി ഗ്ലൂ ആണ്, നല്ല ഗ്ലൂ ആട്ടോ, കുഴപ്പമില്ലാത്ത ഗ്ലൂ ആണ്. ഞാൻ വരും, ചാടി വരുന്നു. അപ്പോൾ ഇനി ഞാൻ ഒരു കുഞ്ഞ് എറൈസർ കിട്ടിക്കണേ. നമ്മൾ ഷാർപ്നർക്ക് കിട്ടിയ അതേ മാച്ച് ഒരു എറൈസർ കിട്ടിക്കണേ. ഒരു കുഞ്ഞ് ഷാർപ്നർ കിട്ടിക്കണേ. പിന്നെ
പെൻസിൽ കിട്ടിക്കണം. ഞാൻ ഷാർപ്പനർ ചെയ്തിട്ടൊന്നുമില്ല, ഷാർപ്പനർ ചെയ്തിട്ടൊന്നുമില്ല. ഇവർ ഇങ്ങനെ തന്നെ തിന്നിക്കാണ്. കണ്ടോ, 2 സൈഡും ബ്ലാക്കാണ്, എല്ലായിടത്തും ബ്ലാക്ക്. പക്ഷെ ബ്ലാക്ക് അല്ല കേട്ടോ, കളർ സാധാ പെൻസിൽ തന്നെയാണ്. കാരണം ഞാൻ ഇങ്ങനത്തെ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പെൻസിലിരുന്നു. അപ്പോൾ ഇതും പെൻസിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയൊരു കുഞ്ഞി സിസറാണ്, സിസർ. അപ്പോൾ ഇത് പെൻസിൽ പേപ്പറൊക്കെ എല്ലാം കട്ട് ചെയ്യും. പക്ഷേ ചിൽഡ്രൻ സേഫ്റ്റിയാണ്. ഉണ്ടാ, ഇതിങ്ങനെ ഇതാവൂല. അപ്പോൾ ഇത് കൈയൊന്നും മുറിയൂല. കൈ മുറിയാൻ പറഞ്ഞാൽ മുറിയൂല. ഫസ്റ്റ് സേഫ്റ്റി. പിന്നെ ഒരു കുഞ്ഞ് സ്റ്റാപ്ലർ കിട്ടിക്കുന്ന സ്റ്റാപ്ലർ പിന്നെ നമുക്ക് വാങ്ങിയിട്ട് തന്നെ ഇടണം. എൻ്റെ വീട്ടിലുള്ള സ്റ്റാപ്ലർ കൊള്ളും. കാരണം ഞാനൊന്ന് പണ്ട് വാങ്ങിയപ്പോൾ അത് കൊള്ളീന്. അതേ സൈസ് തന്നെ കേട്ടോ. ഇതുണ്ടോ, പീസൊക്കെ ഉണ്ട്. ഇത് വെക്കുമ്പോൾ ഇങ്ങനെ പോകും. അത് തുറക്കുമ്പോൾ വൈറ്റ് മോളോട്ടണാവും. ഇതാണ് ഉള്ളത്. സോ സ്റ്റാപ്ലർ ഇത് ഇങ്ങനെ അടിക്കുമ്പോൾ ക്ലിക്ക് 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 ഇങ്ങനെ വരും. ഇവിടെ പേപ്പർ വെക്കുന്നു, ഇങ്ങനെ അടിക്കുന്നു, പേപ്പർ വെക്കുന്നു, അടിക്കുന്നു, പേപ്പർ വെക്കുന്നു, അടിക്കുന്നു. ഇങ്ങനെ സ്റ്റാപ്ലർ അടിച്ചു. പിന്നെ നമുക്കൊരു ഇത് കിട്ടിക്കണേ, പാലറ്റ് കിട്ടിക്കണേ. നല്ലൊരു പാലറ്റാണ്. എനിക്ക് പാലറ്റ് ഓൾറെഡി കുറേ ഉണ്ട്, അതിപ്പോൾ ആവശ്യമില്ല. കുറേ കളറുണ്ട്. പിങ്ക്, ഓറഞ്ച്, ലൈറ്റ് ഗ്രീന്, വൈറ്റ്, ഡാർക്ക് ഗ്രീന്, ബ്ലൂ, ബ്ലാക്ക്, ബ്രൗണ്, യെല്ലോ, പർപ്പിൾ, റെഡ്, ഡാർക്ക് ബ്ലൂ. അപ്പോൾ എല്ലാം നല്ല കളറാണ്, നല്ല ബ്രൈറ്റാണ്, നല്ല ഭംഗിയുമാണ്. അപ്പോൾ ഇനി പിയാനോ ഓപ്പൺ ചെയ്യണം. പിയാനോ എൻ്റെ അനീത്തിയാണ് കേട്ടോ ഓപ്പൺ ചെയ്യണേ. അപ്പോൾ ഇന്ന് ഒരു ആൾ കൂടി ഉണ്ട്. എൻ്റെ അനീത്തിയാണ് വരണേ. സോ എൻ്റെ അനീത്തി വരട്ടെ. അപ്പോൾ ഗൈസ്, എൻ്റെ അനീത്തിൻ്റെ പേര് ഞാൻ പറയാം. ഇവളുടെ പേര് ഹൈമി ഫാത്തിമ. ഇവൾ ഇന്ത്യൻ സ്കൂളാണ്, ഞാനും ഇവളും ഇന്ത്യൻ സ്കൂളാണ്. ഞങ്ങൾ രണ്ടാളെ പേരിൽ ഫാത്തിമ ഉണ്ട്. എൻ്റെ അസ്ബ ഫാത്തിമ, ഇവളെ ഹൈമി ഫാത്തിമ. രണ്ടാളെ പേര് ഫാത്തിമ ഉണ്ട്. സോ നമ്മൾക്ക് ഇനി പിയാനോ ആണ് ഓപ്പൺ ചെയ്യണേ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ പിയാനോ ഓപ്പൺ ചെയ്ത് തരും. ഗൈസ് കാണുന്നുണ്ടോ ഗൈസ്? ഇതൊന്ന് മാറ്റി വെക്കാം. ഓക്കെ, ഇതൊക്കെ ചെയ്തല്ലേ? ഓക്കെ, ഇതൊക്കെ മാറ്റി ഗൈസ്. ഞാനേ ഇവിടുത്തെ ടാപ്പ് മറ്റേ ഇത് മൈക്ക് അവിടെ ഉണ്ടാവും. മൈക്ക് വേറെ സെറ്റായിട്ട് ഗൈസ്, മൈക്ക് വേറെ സെറ്റായി കിട്ടിക്ക. പക്ഷെ ബോക്സ് ബെസ്റ്റ് കിട്ടും ഗൈസ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബോക്സ്. അപ്പോൾ ഓളിപ്പോൾ മൈക്ക് കൊണ്ടുവരും ഗൈസ്. ആക്ച്വലി മൈക്ക് ഇതിലാണ് വരണ്ടേ, കണ്ട മൈക്ക് ഇതിൽ വരണ്ടേ. പക്ഷെ അങ്ങക്ക് വേറെ ബോക്സിലായിട്ടാണ് കിട്ടിക്കണത്. അല്ല, ബോക്സിൽ നിന്ന് ഊരിക്കണേ, ബോക്സ് ആയിട്ടല്ല കിട്ടിക്കണേ. എന്താ പറയുക, ബോക്സിൽ നിന്ന് ഊരി ഞങ്ങൾ ഗൈസ് ടാപ്പ് ഗൈസ്. മൈക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ടാപ്പ് ഊരാം. ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് ടൗണിൽ പോയപ്പോൾ അങ്ങൊന്ന് വാങ്ങിട്ട് ഇഷ്ടമല്ല, ഒരു കമന്റ് ബോക്സിൽ എഴുതണേ ഗൈസ്. ഞങ്ങൾ 2 ദിവസം മുമ്പ് മിഞ്ഞാന്ന് പുറത്ത് പോയപ്പോൾ വാങ്ങിയതാണ് ഗൈസ്. ഇന്നലെ പിന്നെ കുറേ കാര്യം ചെയ്തപ്പോൾ പൊട്ടിച്ചില്ല അല്ലേ. ഓക്കെ, ഇവിടുത്തെ പൊട്ടിച്ചു. ഇത് കുറച്ച് പാടാണ് ഗൈസ്. ഓക്കെ, ഈ കത്രിക മാറ്റി വെക്കാം ഗൈസ്. കണ്ടത് ഈസിയാണ് പൊട്ടിക്കാൻ. ജസ്റ്റ് ഈ സാധനം ഇങ്ങനെ തുറന്നിട്ട് ഇതിങ്ങനെ തുറന്നാൽ മതി. ഓക്കെ, തുറന്നാലോ ഗൈസ്. ഓ അടിപൊളി. ഓ ഗൈസ്, ഈ ബോക്സ് നമുക്ക് മാറ്റി വെക്കാം.
അപ്പൊ ഇന്ന് ഞങ്ങൾ അൺബോക്സിങ് ചാലഞ്ച് ചെയ്യുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ട ടോയ് കമന്റ് ബോക്സിൽ ഇടുക. ഗൈസ് ഞങ്ങൾ ബാറ്ററി ഇട്ടിട്ട് വരാം. അപ്പൊ ഗൈസ് ഞങ്ങൾ ബാറ്ററി ഇട്ടു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോയ് എന്താ പറയാ കമന്റ് ബോക്സിൽ എഴുതാം. ഇവൾക്ക് ഇഷ്ടപ്പെട്ട ടോയ് പിയാനോ, വയലിന്, ഗിറ്റാർ ഒക്കെ ആണ്. എനിക്ക് മ്യൂസിക് പറഞ്ഞ നല്ല ഇഷ്ടമാണ്. മൈക്ക് പറഞ്ഞ ഒക്കെ നല്ല ഇഷ്ടമാണ്. എനിക്ക് കുറേ പാട്ട് അറിയാം. പക്ഷെ ഞാൻ നെക്സ്റ്റ് വീഡിയോയില് അത് പാട്ട് ഇപ്പൊ പാട്ട് പാടും. ഇപ്പൊ പാട്ട് പാടില്ല ഗൈസ്. ഇപ്പൊ ഞാൻ അൺബോക്സ് ചെയ്യണം വീഡിയോ. ഇന്ന് പിയാനോയില് ഒരു പാട്ട് പാടിട്ടോ. ഓക്കെ ഗൈസ് നമ്മൾ ബാറ്ററി ഒക്കെ ഇട്ട് വന്നിട്ട് ഞങ്ങൾ കാണിച്ചു തന്നെ. ഓക്കെ ഓക്കെ ഇത് ഓണാക്കട്ടെ ഗൈസ്. ഫസ്റ്റ് ഓൺ ആക്കുമ്പോഴത്തേന് ഇങ്ങനെ ടിണ്ടിട് ടിണ്ടിട് എന്ന് പറഞ്ഞ സൗണ്ട് വരും. അപ്പോൾ സൗണ്ട് വരും കണ്ടോ. ഞാനൊരു സൗണ്ട് ഉണ്ടാക്കിയത് ഗൈസ്. ഫസ്റ്റ് ഇത് ഗൈസ് അത് പിന്നെ ഹാപ്പി ബർത്ത്ഡേ പകുതി ഞാൻ ചെയ്തിട്ടുള്ളൂ ഗൈസ്. ഇത് ഫുൾ അറിയില്ല. ചെയ്ത് കട്ടെ ഗൈസ്. ഇനി ഞങ്ങൾ കുറച്ച് സിസ്റ്റംസ് കാണിച്ചു തരാം. സിസ്റ്റംസ് ഗൈസ്. ഓരോ മ്യൂസിക് ഇതൊന്നില്ലതാണ്. ഞാനൊരു പാട്ടിട്ട് കാണിച്ചത്. ഇത് കൊറേ 2023 പാട്ടാണ്. ഇതില് കൊറേ പാട്ടുണ്ട്. ഇത് ഒരു പാട്ട്. അപ്പൊ ഇതിലൊരു പാട്ടുണ്ട്. ഇതില് 2 പാട്ട്. ഇത് സൗണ്ട് കുറക്കാന് ഞാൻ പറയാം. ഇത് ഒരു പാട്ട്. ഇത് കൊറേ പാട്ട് സൗണ്ട് ഇറക്കാൻ. ഇത് എന്താ പറയാ ഇങ്ങനെ വേഗം പാടുക, സ്ലോ ആക്കി പാടുക. ഞങ്ങളിപ്പോ മീഡിയം ആക്കിയിട്ടാണ്. ഞാൻ ശബ്ദം വരും. ഇതിങ്ങനെ ശബ്ദം വരും. ഓണാക്കുമ്പോഴുള്ള ശബ്ദമാണ്. ഇതിങ്ങനെ ലോങ് ആക്കുക, ഷോർട്ട് ആക്കുക. സൗണ്ട് പാടണത് ലോങ് ആയിട്ട് വേഗം പാടുക, പതുക്കെ പാടുക, അങ്ങനെ ആക്കണതാ. ഇതൊരു നമ്മൾ കളിക്കുമ്പോ കറക്റ്റ് സൗണ്ട് ഇവളിങ്ങനെ കളിക്കുമ്പോ നമ്മള് ഇങ്ങനെ ഒരു പാട്ടുണ്ടാക്കുക. സ്റ്റാർ ഉണ്ട് ഗൈസ്. സ്റ്റോപ്പ്. ചെറിയൊരു ഇങ്ങനെ സ്റ്റോപ്പും പറയാ, ചെറിയൊരു സ്റ്റാർ എന്നൊക്കെ പറയാ. ഇതും അതും ഒരേതാണ്. ഇത് നമ്മൾ ഇങ്ങനെ കളിക്കുമ്പോ ഉള്ളതാണ്. ഇത് ഡ്രം. വലിയ മുറിയായി പോയി. ചോറൊക്കെ നല്ലോണം വന്നു. ബ്ലഡ് ബ്ലീഡിങ്. അപ്പൊ ഇത് ഡ്രം 1. നമ്മൾ കളിക്കുമ്പോ അതിന്റെ ഒപ്പം നനത്താണ്. ഇത് ഡ്രം 2. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഈ ബോക്സിൽ എന്തോ ഇത് ലാപ്ടോപ്പിൽ കണക്ട് ആക്കാൻ പറ്റുള്ളൂ. കാരണം ഇതൊക്കെ വലിയതാണ്. പിന്നെ എൻഡിങ്ങും കുത്താൻ പറ്റില്ല. കാരണം ഇങ്ങനത്താണ്. ഇതും ഇങ്ങനത്താണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് മീ ആസ്വ. ഇറ്റ്സ് മീ ഹൈമി. ഗൈസ് ഞാൻ വേറെ കാര്യം കാണിച്ചത്. യൂട്യൂബിലല്ല ഗൈസ്. നമുക്ക് വേറൊരു കാര്യമുണ്ട് ഗൈസ്. എന്തേനു ഇപ്പം എന്താ ചെയ്യാൻ നോക്കുന്നത്? ഇതെങ്ങനെ സ്റ്റാൻഡായി നിൽക്കണത്. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇഷ്ടം പോലെ 2 മലയാളം വീഡിയോ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ. പാടും. പാർട്ട് 2 ഞാൻ എന്തായാലും ഇടും. ഓക്കെ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണാം. ബൈ ബൈ. ഇറ്റ്സ് മീ ഹൈമി.
ബൈ.